പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടിൽ തെരുവ് നായയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇന്നലെ ശ്രീകണ്ഠൻ നായരുടെ ചർച്ച കണ്ടപ്പോൾ ഈ തെരുവ് നായയുടെ പ്രശ്നം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത്, ഈ തെരുവ് നായകളായാലും ഏത് ജീവിയായാലും ക്രമാതീതമായിട്ട് പെരുകി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആ ജീവികളല്ല, നമ്മുടെ മനുഷ്യരുടെ ഒരു ഉത്തരവാദിത്തമാണ് മറ്റ് ജീവികളെ കൂടി സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പെരുപ്പം കൺട്രോൾ ചെയ്യേണ്ടതും മനുഷ്യരുടെ തന്നെ ഉള്ള ഉത്തരവാദിത്തം തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഇവിടെ റോഡുകളിലൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളും പൂച്ചകളും ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ 2 പട്ടിക്കുഞ്ഞുങ്ങൾ വന്നു. 2 പേരെയും ആരോ എവിടെയോ കൊണ്ടേ വലിച്ചെറിഞ്ഞതാണ്. അത് അതിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറാനായിട്ടുള്ള ഒരു സമയമായിട്ടില്ല. പക്ഷെ അതിനെ എവിടെയോ കൊണ്ടേ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഈ നമ്മുടെ വീടിന് പരിസരത്തോടു കൂടി അങ്ങനെ നടക്കുകയാണ്. അതിനെ ഞാൻ കണ്ടപ്പോൾ ഭക്ഷണം കൊടുത്തെങ്കിലും എനിക്കതിനെ തൊടാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് തൊടാനായിട്ട് ചെല്ലുമ്പോൾ ഇത് തെരുവിൽ നിന്ന് വരുന്നതാണ്. നായ കടിച്ചാൽ വിഷയമാണ്, തെരുവ് നായകൾ കടിച്ചാൽ വിഷയമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തെരുവ് നായയുടെ കടി എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അത് നായ ഓടി വന്ന് എന്നെ കടിച്ചതല്ല. റോഡിൽ കൂടെ വെറുതെ നടന്നുപോയ നായയെ വയറെ പിടിച്ച് പൊക്കിയെടുത്തപ്പോൾ അതെന്നെ കടിച്ചതാണ്. അതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ കയ്യിലുണ്ട്. ഇത് കണ്ടോ, ഇത് തെരുവ് നായ കടിച്ച പാടാണ്. റോഡിലൂടെ പോയ നായ കടിച്ച ഒരു പാടാണ് കേട്ടോ. തെരുവ് നായകളെ എനിക്ക് പണ്ട് തൊട്ടേ നല്ല പരിചയമുണ്ട്. കാരണം എൻ്റെ ഡാഡിക്ക് പണ്ട് കട നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു റബ്ബർ കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കടയുടെ മുന്നിൽ കുറേ തെരുവ് നായകൾ ഇങ്ങനെ വന്ന് കിടക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ മൃഗങ്ങളോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ നായകൾ ആളുകളെയൊക്കെ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവരെ ഇണക്കിയെടുത്തു. പിന്നീട് അവരുടെ സ്നേഹവും കരുതലും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നെ വീട്ടിൽ കൊണ്ടുവിടും. വീട്ടിൽ രാവിലെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വരും. അങ്ങനെ നമുക്ക് ഒരു നായയെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ അതിനെ പേടിപ്പിച്ച് വിറപ്പിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ അതിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതൊരു പിശാചായി മാറും. അതല്ല, ഇനി നമ്മൾ സ്നേഹം കൊടുത്താൽ, സ്നേഹിച്ചാൽ അത് നമ്മളെ നക്കിക്കൊല്ലും. അങ്ങനെയാണ് നായയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. തെരുവ് നായകൾ കാരണം കുട്ടികളെ നഷ്ടപ്പെട്ട പേരൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെയൊക്കെ ഒരു സങ്കടം കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് സാധിക്കുമോ? അത് എത്രയോ ഭീതികരമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം കുട്ടിയെ തെരുവുനായ കടിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേരൻസ് വന്ന് നായകളെ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാതിരിക്കാനായിട്ട് സാധിക്കുമോ? അവരോട് ഇല്ല, കൊല്ലാൻ സാധിക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അങ്ങനെ പറയാനുള്ള റൈറ്റ് നമുക്കില്ല. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, തെരുവ് നായകളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികൾ അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടോ? ഇനി അത് വിനിയോഗിക്കാതെ അതിലും കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലൂടെ നടക്കുമ്പോൾ അവിടെ തെരുവ് നായകളെ വലയിട്ട് പിടിക്കുന്നത് കണ്ടു. അതിനെ വളരെ പേടിപ്പിച്ച് വലയിട്ട് അതിനെ പിടിക്കുകയാണ്. പിടിച്ചൊരു വണ്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ അതിൽ തെരുവുനായയെ പിടിക്കുന്ന ഒരാൾ വന്ന് എൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, മോൾ കരയണ്ട, ഇതിനൊന്നും ചെയ്യത്തില്ല, ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടാണ് കൊണ്ടുപോകുന്നത്, എന്നിട്ട് അതിൻ്റെ ചെവി മുറിച്ച് തിരിച്ചു കൊണ്ടേ വിടും എന്ന്. എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ഫലപ്രദമായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ഞാൻ ആലോചിച്ചിട്ട് കണ്ട ഒരു കാര്യം, അതായത് ഡോഗ്സിനെ വളർത്തുന്ന എല്ലാവരും അതിനുള്ള ഒരു ലൈസൻസ് വേണം, അതിനുള്ള ഒരു ലൈസൻസ് എടുക്കണം. ഗവൺമെൻറ് ഡോഗ്സിനെ വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരു 500 രൂപ വാങ്ങിയിട്ട് ഒരു ലൈസൻസ് കൊടുക്കണം ഈ ഡോഗ്സിനെ വളർത്താനായിട്ട്. പുതിയതായിട്ട് വളർത്തുന്ന ആളുകളും ആ ലൈസൻസ് എടുത്തിട്ട് തന്നെ വേണം ഡോഗ്സിനെ വളർത്താനായിട്ട്. അങ്ങനെ ഒരു 500 രൂപ ഒരു ഡോഗിന് വേണ്ടി വളർത്താനായിട്ട് എടുക്കാൻ പറ്റാത്ത ആളുകൾ ഡോഗിനെ വളർത്താൻ പാടില്ല. അല്ലാതെ വെറുതെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തട്ടിക്കളിച്ചിട്ട് അതിന് കുട്ടികളുണ്ടാകുമ്പോഴത്തേക്ക് അതിനെ കൊണ്ടുവന്ന് റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണത, അത് തീർച്ചയായിട്ടും കർശനമായിട്ടും നിരോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വീട്ടിലുള്ള ഡോഗ്സിനെയൊക്കെ എല്ലാവരും സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അതിന് കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് കിട്ടിയ ഡോഗല്ലേ, അതിനെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ തട്ടുക എന്നുള്ളൊരു പ്രവണത നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം
2 നായ്ക്കുട്ടികൾ കയറി വന്നത്. അപ്പം ഈ വീടുകളിൽ വളർത്തുന്ന ഡോഗ്സിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഈ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് വളരെ വലിയൊരു കുറ്റമായിട്ട് തന്നെ ചുമത്തി ഒരു 50,000 രൂപയെങ്കിലും പിഴ ഈടാക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന്. അത് വളരെ കർശനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡോഗ്സിനെ കൊണ്ടുവന്ന് മറ്റുള്ള വീടുകളുടെ പരിസരങ്ങളിലേക്ക് ഇറക്കി വിടുന്ന ആളുകളെ ആ ഒരു കാര്യം തന്നെ വളരെ സീരിയസ് ആയി കണ്ട് അതിനുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഡോഗ്സിനെ, പ്രത്യേകിച്ച് നാടൻ ഡോഗ്സിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാടൻ ഡോഗ്സിനെ മാത്രമല്ല, എല്ലാ ഡോഗ്സിനെയും സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഡോഗ്സിനെ ബ്രീഡ് ചെയ്യേണ്ട ആളുകൾക്ക് അതിനുള്ള പ്രത്യേക ലൈസൻസ് എടുക്കണം. അങ്ങനെ ഒരു വസ്തുത കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന ജർമ്മനിയിലാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ജീവിയെ വളർത്താനായിട്ട് അതിനുള്ള ഒരു ശേഷിയുണ്ടോ, അല്ലെങ്കിൽ ആ മൃഗത്തെ സംരക്ഷിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ, ആ ജീവിക്ക് സമാധാനപരമായിട്ട് വളർന്നു വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടേ ഇവിടെ ഒരു ജീവിയെ വളർത്താനായിട്ട് സമ്മതിക്കത്തുള്ളൂ. അതായത് അതൊരു നിസ്സാര ഒരു മീനാണെങ്കിൽ പോലും അതിനെ അങ്ങനെയാണ് ഇവിടെ ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ, അതിനെ വളർത്താനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ നാട്ടിലും ഈ 1-2 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയേറെ വ്യത്യാസം വരും. അപ്പം നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1, ഡോഗ്സിനെ വളർത്താനായിട്ട് ലൈസൻസ് അത്യാവശ്യമാക്കുക. ഒരു 500 രൂപ രജിസ്റ്റർ ചെയ്ത് ആ ലൈസൻസ് എടുക്കുക. 2ാമത്തെ കാര്യം, വീടുകളിൽ വളർത്തുന്ന ഡോഗ്സിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ബ്രീഡ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ലൈസൻസ് എടുക്കുക. 3ാമത്തെ കാര്യം, ഈ ഡോഗ്സിനെ റോഡിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ പിഴ ചുമത്തുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് ഫലവത്താക്കി കഴിഞ്ഞാൽ ഈ തെരുവ് നായകളുടെ ശല്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ തെരുവ് നായ്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ വിനിയോഗിക്കണം. അല്ലാതെ ആരുടെയെങ്കിലും പോക്കറ്റിലേക്ക് അത് വെറുതെ എത്തിച്ചേരുന്ന ഒരു പ്രവണത ഉണ്ടാവാൻ പാടില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തെരുവ് നായയുടെ പ്രശ്നം തീരും. ഈ വെറുതെ റോഡിലൂടെ പോകുന്ന പാവം നായ്ക്കളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഈ നായ്ക്കൾക്കൊന്നും അറിയത്തില്ല, അതിനെ അങ്ങനെ പിശാചാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റുന്ന ആളുകളും, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് വലിച്ചെറിയുന്ന ആളുകൾ, ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ള ആളുകൾ സംരക്ഷിക്കാത്ത ആളുകൾ, ഇവർക്കെതിരെയാണ് ആദ്യം നിങ്ങൾ വാളെടുക്കേണ്ടത്.